ഇതിനെന്തു വേണം എന്ന് ചോദിച്ചാൽ ഒരു സാധകൻ സംശയരഹിതനായിരിക്കണം, അവനിൽ സമർപ്പണമുണ്ടായിരിക്കണം. എങ്ങനെയാണ് സംശയരഹിതനായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, രണ്ട് മോഷ്ടാക്കൾ ഒരു ക്ഷേത്രത്തിൽ മോഷ്ടിക്കുവാൻ പോയി. മോഷ്ടിക്കാൻ ചെന്നപ്പോൾ ബലമുള്ള താഴിട്ടാണ് കതക് പൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കതക് പൊളിക്കാൻ പറ്റില്ല, പൂട്ട് പൊളിക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായി. ഒരാളുടെ തോളിൽ ചവിട്ടി നിന്ന് അടുത്താൾ മുകളിൽ കയറി അദ്ദേഹം പിടിച്ച് സഹായിച്ച് അടുത്താളെ മുകളിലെത്തിച്ചു. ഓട് പാകിയതാണ്. ഓടിളക്കി നോക്കിയപ്പോൾ ആദ്യത്തെ ആൾക്ക് സന്തോഷമായി. കാരണം ചവിട്ടി ഇറങ്ങാൻ അവിടെ പടിയുണ്ട്. അവന് വളരെ സന്തോഷമായി. അടുത്ത ആൾക്ക് ഭയം അവനെ ഗ്രസിച്ചു. കാരണം അവൻ നോക്കുമ്പോൾ താഴെ ഇരിക്കുന്നത് മൂർത്തിയാണ്. മൂർത്തിയെ ചവിട്ടി വേണം ഞാൻ താഴെ ഇറങ്ങാൻ. ആദ്യത്തെ ആൾ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നത് തനിക്കിറങ്ങാനുള്ള എന്തോ ഒരു സാധനമാണ്, പടിയാണ് എന്നാണ് അവൻ ധരിച്ചത്. ആദ്യം ഇറങ്ങിയവൻ ഒരു ഡൗട്ടും ഉണ്ടായില്ല, ഒരു സംശയവും ഉണ്ടായില്ല. അവൻ ചവിട്ടി, മൂർത്തിയെ ചവിട്ടി താഴെ ഇറങ്ങി. അവൻ സ്വസ്ഥമായി താഴെ എത്തി. രണ്ടാമത്തെ ആൾ വിചാരിച്ച് എന്തായാലും ഞാൻ മൂർത്തിയല്ലേ ചവിട്ടുന്ന, ഒരു കാര്യം ചെയ്യാം, ഇല ഇട്ടിട്ട് മൂർത്തിയെ, അതായത് മൂർത്തിയുടെ മുകളിൽ ഇല ഇട്ട് അപ്പൊ മൂർത്തിയുടെ മുകളിൽ ചവിട്ടണ്ട, ഇലയുടെ ചവിട്ടിൽ ആ പാവം നമുക്ക് കിട്ടത്തില്ലല്ലോ ഇലയിൽ ചവിട്ടിയാൽ എന്ന് വിചാരിച്ച് അവൻ ഇല ഇടിയിപ്പിച്ചിട്ട് അതിന് മുകളിൽ ചവിട്ടി ഇറങ്ങി. അന്നേരം ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു. തൻ്റെ കർമ്മങ്ങളിൽ സംശയരാഹിത്യമുണ്ടാകണം, ഏത് കർമ്മമായാലും. രണ്ട്, സമർപ്പണമുണ്ടാകണം. സമർപ്പണം നമുക്കറിയാം, നമ്മളോട് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ബ്രാഹ്മണന്റെയും ഒരു ഇറച്ചിവെട്ടുകാരന്റെയും കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഇറച്ചിവെട്ടുകടയുടെ മുമ്പിൽ കൂടെയാണ് ബ്രാഹ്മണൻ ദിവസവും ശാന്തിക്ക് പോകുന്നത്. അപ്പോഴൊക്കെ വളരെ വൃത്തിയായ രീതിയിൽ തൻ്റെ ഉപഭോക്താവിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇറച്ചി പീസാക്കി എല്ലുകളൊക്കെ മാറ്റി വൃത്തിയായി പാക്ക് ചെയ്ത് കൊടുക്കുന്ന കാഴ്ചയാണ് ബ്രാഹ്മണൻ കാണുന്നത്. അപ്പൊ ബ്രാഹ്മണൻ മനസ്സിലേക്കിനെ വിചാരിക്കും, ഇവൻ എന്തൊരു ദുഷ്ടൻ, ഇങ്ങനെ ചെയ്യാമോ? ഈ വിചാരത്തോടു കൂടിയാണ് ബ്രാഹ്മണൻ ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. ഭഗവാനെ ബ്രാഹ്മണൻ ആരാധിക്കുമ്പോഴും അവന്റെ ഉള്ളിലെ ചിന്ത ഇറച്ചിയും ഇറച്ചിവെട്ടുകാരനുമാണ്. കാലം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മരിച്ചു. ചിത്രഗുപ്തൻ കണക്ക് പുസ്തകം എടുത്തു, വായിച്ചു. ബ്രാഹ്മണനെ നരകത്തിലോട്ട് വിട്ടു, ഇറച്ചിവെട്ടുകാരനെ സ്വർഗത്തിലോട്ടും വിട്ടു. സ്വാഭാവികമായും തന്റെ അവകാശം നിഷേധിക്കുമ്പോഴുള്ള പ്രതിഷേധം ബ്രാഹ്മണനും പ്രകടിപ്പിച്ചു. അദ്ദേഹം ചിത്രഗുപ്തനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ നരകത്തിൽ വിടുന്നത്? ഒരു ജന്മം മുഴുവനും ഞാൻ അങ്ങേക്ക് പൂജ കഴിച്ചില്ലേ? ഒരു ജന്മം മുഴുവനും ജീവനെ ഹിംസിച്ച ഇറച്ചിവെട്ടുകാരനെ അങ്ങ് സ്വർഗത്തിലേക്കും, ഒരു ജന്മം മുഴുവൻ അങ്ങയെ ആരാധിച്ച, അങ്ങയുടെ ഭഗവാനെ ആരാധിച്ച എന്നെ അങ്ങ് നരകത്തിലേക്കും വിടുന്നു. ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരിക്കും ഇറച്ചി വെട്ടിയത് നിങ്ങളാണ്, ശരിക്കും സേവ ചെയ്തത് ഇറച്ചിവെട്ടുകാരനാണ്. അതുകൊണ്ടാണ് ഇറച്ചിവെട്ടുകാരനെ ഞാൻ സ്വർഗത്തിലേക്ക് വിടുന്നത്, നിങ്ങളെ നരകത്തിലേക്കും വിടുന്നത് എന്ന്.
നിങ്ങൾ ഓരോരുത്തരെയായിട്ട് ഒരാൾ വന്ന് വിളിച്ച് ആ കസേരയിലെ ഫ്രണ്ടിലിരിക്കുന്ന കസേരയിലേക്ക് ഇരിക്കാൻ വേണ്ടി ക്ഷണിക്കും. നിങ്ങൾ വന്നിരിക്കുക. അവരെ ഹീലിംഗ് ചെയ്തതിന് ശേഷം ആ ഹീലറെ ജസ്റ്റ് നിങ്ങളുടെ തോളിൽ ഒന്ന് തട്ടും. അപ്പോൾ ആ ഹീലിംഗ് സെഷൻ കഴിഞ്ഞു. അതിന് ശേഷം ഫില്ലായി എന്ന് നമുക്ക് ബോധ്യം എപ്പോഴും തോന്നുന്നു അപ്പോഴ് കൈവെള്ള പതുക്കെ തിരിച്ച് ആ കൈ ഭൂമിയിലേക്ക് പതുക്കെ സ്പർശിച്ച് ശിരസ് മുട്ടിച്ച് കുറച്ചു നേരം അങ്ങനെ റിമെയിൻ ചെയ്യുക. എല്ലാം വളരെ സ്ലോയിൽ വേണം ചെയ്യുക. ആ കൈകൾ തിരിച്ച് ഭൂമിയിൽ മുട്ടിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലാണോ വരുന്നത് അത് നമ്മൾ അലോ ചെയ്യുക. ഒന്നും നമ്മൾ തടയരുത്. ഹാപ്പിനെസ് ആണോ എന്താണോ വരുന്നത് ആ ഫീല് നമ്മൾ അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ